ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ മുതൽക്കുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇന്നത്തേതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നില്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ മുതൽക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ ചില നേരത്ത് പറയില്ലേ, എല്ലാ വീട്ടിലും ഒരു കുട്ടിച്ചാത്തനോ അല്ലെങ്കിൽ ഒരു വേലക്കാരി ജാനോ ഒക്കെ ഉണ്ടാവുമെന്ന്. അതുപോലെ എൻ്റെ വീട്ടിലൊരു കുട്ടിച്ചാത്തൻ ഞാനാണെന്ന് വേണമെങ്കിൽ പറയാട്ടോ. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ചിലരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്താ ഇപ്പോൾ ഇതിന് മാത്രം വീട്ടിൽ പണി, അതും എടുത്താൽ തീരാത്ത പണി എന്നൊക്കെ ഇങ്ങനെ പറയൂലേ. അത് മിക്കവാറും ആ ചോദിക്കുന്ന ആൾ ആ വീട്ടിലെ മന്ത്രവാദി ആയിരിക്കും കേട്ടോ. മറ്റേ ചാത്തനെ പിടിച്ചു കെട്ടാൻ വന്ന മന്ത്രവാദി ഇല്ലേ, അതുപോലെ. കാരണം മന്ത്രവാദിക്ക് അറിയില്ലല്ലോ ചാത്തൻ്റെ പണികൾ എന്തൊക്കെയാണെന്ന്. അവരുടെ വിചാരം ഇതെല്ലാം ഒരു മാജിക്കാണെന്ന. അതുപോലെ നോക്കുകയാണെങ്കിൽ ഓം ഹ്രീം കുട്ടിച്ചാത്ത എന്ന് പറയേണ്ട താമസം കേട്ടോ നമ്മുടെ പണികളൊക്കെ. ഇപ്പോൾ അച്ചാറിടാനുള്ളത് നാരങ്ങ എടുത്തു വെച്ച് മന്ത്രം ചൊല്ലിയ അച്ചാർ റെഡി. തുണി മടക്കാനുള്ളതും അതുപോലെ തന്നെയല്ലേ. ഇടയ്ക്കൊക്കെ ഞാൻ ചിന്തിക്കുകയെ ആ മാന്ത്രിക വിദ്യ ശരിക്കും നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ തോന്നിയാൽ അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഇരിക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ നമുക്ക് ഈ മന്ത്രവിദ്യ ഒന്ന് പ്രയോഗിക്കാമല്ലോ. എപ്പോഴും കിട്ടിയില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു മാസം ഒരു ദിവസമെങ്കിലൊക്കെ ആ ഒരു മന്ത്രം കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ. അങ്ങനെ പിന്നെ തലേന്നത്തെ വിശേഷങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. ആദ്യമേ തന്നെ നാരങ്ങയൊക്കെ ഒന്ന് കഴുകി ഉണക്കാനായിട്ട് വെച്ചു കേട്ടോ. പിന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി ഉണ്ടായിരുന്നു കേട്ടോ, വെള്ളേരിയില്ലേ, അതൊക്കെ ഒന്ന് കഴുകി വാരി പൊടിപ്പിക്കാനായിട്ട് കൊടുത്തു വിടുന്നുണ്ട്. ഇവിടെ വറുക്കാനായിട്ട് രാവിലെ കൊണ്ടു ചെന്നാലാട്ടോ വറുത്ത് തരുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ തിരക്കിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഡ്യൂട്ടിയും കൂടെ കൂടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഉണക്കുവോ തോർത്താൻ വയ്ക്കുകയോ ഒന്നും വേണ്ട കേട്ടോ. കഴുകി വാരി എടുത്ത് ബക്കറ്റിലാക്കി അങ്ങ് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിലേക്ക് പോണ വഴിക്ക് അതവിടെ മില്ലിൽ കൊടുത്തോളൂ കേട്ടോ. പിന്നെ വൈകിട്ട് വർക്ക്ഷോപ്പ് കഴിഞ്ഞ് വരുമ്പോഴാണ് എടുത്തുകൊണ്ട് തന്നെ. അപ്പോൾ വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ആ പണി അങ്ങ് കഴിഞ്ഞ് കിട്ടുമല്ലോ. ഇതൊക്കെ ഇതുപോലെ ഓർക്കണ സമയത്ത് പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ അടുക്കള ശൂന്യമാവും എന്ന് പറയാം. അല്ലെങ്കിലും ചെറുതായിട്ട് അടുക്കളയൊന്ന് ശൂന്യമായി തുടങ്ങി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇനി പിന്നത്തേക്ക് വയ്ക്കാതെ പെട്ടെന്ന് തന്നെ എല്ലാം തയ്യാറാക്കി എടുത്തത്. ഇന്നല്ലെങ്കിലും ശൂന്യതയിൽ നിന്ന് അടുക്കളയൊന്ന് നിറച്ചെടുക്കണ ഒരു പരിപാടിയാണ് കേട്ടോ. അതല്ലെങ്കിലും അങ്ങനെ ആയിരിക്കൂലേ, മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇടയ്ക്ക് നമ്മൾ അടുക്കളയൊന്ന് അങ്ങ് ശൂന്യമായി കിട്ടും. നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ അറിയാതെയോ ഒക്കെ അങ്ങനെ ഇടയ്ക്കെങ്കിലും ഒക്കെ ഒന്ന് സംഭവിക്കാറുണ്ടല്ലേ. അങ്ങനെ വൈകിട്ട് വന്നപ്പോൾ പൊടിയൊക്കെ വാങ്ങി കൊടുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി വെച്ചു. ബക്കറ്റിൽ തന്നെ അരി പൊടിക്കാൻ കൊടുത്തു വിട്ടാലുള്ള ഗുണം ഇതാണ് കേട്ടോ. പിന്നെ വൈകിട്ട് വരുമ്പോൾ നമുക്ക് പകർത്തി വെക്കാൻ നിൽക്കണ്ട, അതുപോലെ തന്നെ എടുത്തു വെച്ചാൽ നമ്മുടെ പണി കുറച്ചുകൂടെ ലാഭം. അത് കഴിഞ്ഞ് പിന്നെ മക്കൾസിനെയൊക്കെ ഉറക്കി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നാരങ്ങ അച്ചാറിടാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ 8 കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകും എല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട്. അതിവിടെ ഉണ്ടായ നല്ല മത്തമുളകാണ് കേട്ടോ, നല്ല എരിവുമാണ്. എനിക്കതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് തന്നെ അച്ചാറിൽ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വന്നപ്പോൾ കടുകും ഉലുവയും ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് എത്ര അറിയാത്തവർക്കും ഉണ്ടാക്കാൻ പറ്റണ നല്ലൊരു അച്ചാറാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ അച്ചാറിടാൻ അറിയില്ല എന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കണവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. നാരങ്ങ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ചെറിയ കയ്പും കാര്യങ്ങളൊക്കെ തോന്നുമെങ്കിലും ഒരു 5-6 ദിവസം ഒന്ന് ഉപയോഗിക്കാതെ അടച്ച് സെറ്റാക്കി വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു 2 മിനിറ്റത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും എല്ലാം കൂടെ ഒന്നങ്ങ് എണ്ണയിൽ കിടന്നങ്ങ് മൂക്കാനായിട്ട് വിടാട്ടോ. അത് നല്ലതുപോലെ അങ്ങ് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ആദ്യമേ ഉപ്പ് തിരുമ്മി വെച്ചിട്ടുള്ള നാരങ്ങയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചധികം കായപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നാരങ്ങ മുറിച്ചതിന് ശേഷം അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ഉപ്പിട്ട് തിരുമ്മി എടുത്തു വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോഴതിൻ്റെ കയ്പും കാര്യങ്ങളൊക്കെ ഒന്നങ്ങ് കുറഞ്ഞ് കിട്ടും. ഇനി ഉപ്പിട്ട് തിരുമ്മി വെച്ചിട്ടുള്ള നാരങ്ങയും കൂടെ കൂടി അതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 4-5 മിനിറ്റത്തേക്ക് മൂടി വെച്ച് ഒന്നങ്ങ് തിളച്ച് നാരങ്ങയൊക്കെ വേവാനായിട്ട് വിടാം കേട്ടോ. അപ്പോൾ 4 മിനിറ്റ് നല്ലതുപോലെ ഒന്നങ്ങ് ഇളക്കി തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിലേട്ട് ഒരു 2-2.5 ടീസ്പൂൺ വിനാഗിരിയും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നോടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നോടെ ഒരു 1 മിനിറ്റും കൂടെ തിളപ്പിച്ചിട്ട് മൂടി വെച്ച്
ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അച്ചാർ ഇടാൻ അറിയില്ല എന്നോർത്ത് ആരും അച്ചാർ ഇടാതിരിക്കേണ്ട. നമ്മളെപ്പോലുള്ള തുടക്കക്കാർക്കൊക്കെ ഇങ്ങനെ ഒരു അച്ചാറങ്ങ് തട്ടിക്കൂട്ടാം, അതും ടേസ്റ്റി ആയിട്ട്. ഇത്തവണ വാപ്പിച്ചിക്ക് കപ്പ കച്ചവടം കഴിഞ്ഞ് വന്നപ്പോൾ നാരങ്ങ വാങ്ങിയിട്ട് വന്ന കേട്ടോ. എന്താണെന്നറിയില്ല, അച്ചാറിടാനായിട്ടൊരു പൂതി. എന്നാൽ പിന്നെ ഇനി വൈകിക്കേണ്ട, അതങ്ങ് ഇന്ന് തന്നെ സെറ്റാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ 5-6 ദിവസം കഴിഞ്ഞാണ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്തായാലും രാവിലെ എടുത്ത് കുപ്പിയിലാക്കി വെച്ചാൽ മതിയല്ലോ. രാത്രി ഇട്ട് വെച്ചാൽ ചൂടൊക്കെ ആറി സെറ്റായി രാവിലത്തേക്ക് ഇരിക്കും. അങ്ങനെ രാവിലെ അച്ചാർ ഭരണിയിലാക്കണ പരിപാടിയാണ് കേട്ടോ നിങ്ങൾ കണ്ടേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഒന്നോടെ ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഇന്നിപ്പോൾ പുട്ടിൻ്റെ പൊടിയൊക്കെ പൊടിച്ചു കൊടുന്ന് അതെങ്ങനെ ഉണ്ടെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കുറച്ച് കൂടുതലാണ്. കുറേ നാളുകളായിട്ട് ഞാൻ ഈ റീലുകളിൽ ഈ വെള്ളേരിയും കൊണ്ട് പുട്ടുപൊടി ഉണ്ടാക്കുന്നത് കണ്ടു വച്ചേർന്ന കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാനായിട്ട് ഒരു മടിയുണ്ടായി. ഇത്തവണ എന്തായാലും രണ്ടും കൽപ്പിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. സംഭവം അടിപൊളിയാണേ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പുട്ടുപൊടി പോലെ തന്നെ പെട്ടെന്ന് തന്നെ കട്ടകളൊക്കെ വിടർത്തി കുഴച്ച് പുട്ടിനുള്ള മാവ് പരുവപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ തേങ്ങയിട്ട് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടോ. രാവിലെ ചുട്ട് വെച്ചിട്ട് വൈകിട്ട് വരെ അതിൻ്റെ സോഫ്റ്റ്നെസ്സിന് ഒരു കുറവും വന്നിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ ദിവസം പറിച്ച് വെച്ചിട്ടുണ്ടായ സപ്പോട്ടകളെല്ലാം പഴുത്തിട്ടുണ്ടായേ. പിന്നെ അതൊക്കെ ഒന്ന് മുറിച്ച് സെറ്റാക്കി മക്കൾസിന് കൊടുക്കാമെന്ന് വെച്ചു. ഇവിടെ മക്കൾസിന് നല്ല ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ ഈ സപ്പോട്ട. അതുകൊണ്ടാണോ എന്നറിയില്ല, വവ്വാലുകൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അവർ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് കിട്ടൽ വളരെ കുറവാട്ടോ. ഇപ്പോൾ ഇങ്ങനെ പഴുക്കണതിന് മുമ്പ് തന്നെ പറിച്ച് വെക്കണോണ്ട് 1-2 എണ്ണമൊക്കെ കിട്ടുന്നുണ്ട്. ഈ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും എണ്ണം ഒരുമിച്ച് കിട്ടണത്. അതുകൊണ്ട് ഇന്ന് മക്കൾസ് എന്തായാലും ഹാപ്പിയാണ്. പിന്നെ അതൊക്കെ ഒന്നങ്ങ് തോലൊക്കെ കളഞ്ഞ് സെറ്റാക്കി. അപ്പോൾ ആദ്യമേ കത്തിയോണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് കൂടുതൽ നേരെ എടുത്തതുപോലെ. പിന്നെ സ്പൂൺ വെച്ചായിട്ടോ, സ്പൂണും കൊണ്ടാണ് ഇതിൻ്റെ തോല് കളയാൻ ഒന്നോടെ എളുപ്പം. അങ്ങനെ മക്കൾസിന് അതൊക്കെ കൊടുത്ത് അവരെ ഒന്നങ്ങ് സെറ്റാക്കി രാവിലെ തന്നെ ഇരുത്തിയിട്ടോ. അപ്പോൾ ഈ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും കൂടെ അറിയിച്ചേരെ. അങ്ങനെ മുറിച്ച് വെച്ച സപ്പോർട്ട തീർന്ന വഴി കണ്ടില്ലെന്ന് പറയാം കേട്ടോ. എല്ലാവരും അറഞ്ചം പുറഞ്ചം അങ്ങ് കഴിച്ച് തീർത്തു. അങ്ങനെ ആ ഒരു ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ട പഴുത്തോന്ന് വന്ന് അന്വേഷിക്കില്ലല്ലോ അല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ദിനചര്യകളിലേക്ക് കടന്നു കേട്ടോ. പിന്നെ ചോറ് ഇടാനുള്ള അരി ഇടാനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ പിന്നെ അരിയൊക്കെ കഴുകി അതങ്ങ് ഇട്ട് വെച്ചു. അച്ചാറൊക്കെ 2 ഭരണികളിലേക്കാക്കി അതവിടെ മാറ്റി സെറ്റായിട്ട് വെച്ചു. ഇനിയിപ്പോൾ അരിയൊക്കെ തിളച്ച് കഴിയുമ്പോൾ റൈസ് പോട്ടിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞുല്ലോ. അങ്ങനെ പുട്ടൊക്കെ നനച്ച് സെറ്റാക്കി ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പുട്ടൊന്ന് വാരി വെച്ച് ചുട്ടെടുക്കണം. അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ശൂന്യതയിൽ നിന്നാണ് ഇന്നിപ്പോൾ കാര്യങ്ങൾ അടുക്കളയിൽ നടക്കണേന്ന്. പ്രത്യേകിച്ച് പുട്ടിന് കറികളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. മക്കൾസിന് 2 പഴം ഇരിക്കുന്നുണ്ട്. അപ്പോൾ പഴം വെച്ച് മക്കൾസിന് കൊടുക്കാം. പിന്നെ ഞങ്ങൾക്കല്ലേ, അപ്പോൾ 3-4 ഉള്ളി എടുത്തരിഞ്ഞ് ഒരു ഉള്ളിക്കറി അങ്ങ് ആക്കാമെന്ന് വെച്ചു കേട്ടോ. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വല്യാപ്പായൊക്കെ കടയിൽ നിന്ന് അപ്പവും പൊറോട്ടയൊക്കെ വാങ്ങിയിട്ട് വരുമ്പോൾ ഒരു ഉള്ളിക്കറി ഇട്ടു കേട്ടോ. ചെറിയ മധുരവും ചെറിയ എരിവൊക്കെയുള്ള ഉള്ളിക്കറി, സവാള മാത്രം ഇട്ടിട്ടുണ്ടാക്കണതാണ് കേട്ടോ. ആ ഒരു ഉള്ളിക്കറിയും കൂട്ടി ആ അപ്പവും പൊറോട്ടയൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് ഇപ്പോഴും ഉണ്ട് കേട്ടോ നാവിൻ്റെ തുമ്പിൽ. ആ ഒരു ടേസ്റ്റ് ഒന്നും നമ്മൾ വയ്ക്കുമ്പോൾ വന്നില്ലെങ്കിലും പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ മനസ്സിലൂടെ ഒരു ഓർമ്മയായിട്ട് അങ്ങ് കടന്നു പോകൂലേ. എൻ്റെ പണ്ടത്തെ കഥകളും കാര്യങ്ങളൊക്കെ കേൾക്കാൻ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉമ്മയുടെ ചെറുപ്പത്തിൽ എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും, പണ്ട് നമ്മുടെ വാപ്പിച്ചി ഉമ്മിച്ചി അല്ലെങ്കിൽ നമ്മുടെ വല്യാപ്പായും വല്യമ്മായൊക്കെ നമുക്ക് കഥകൾ പറഞ്ഞു തരുമല്ലോ. ആ ഒരു പരുവത്തിലേക്ക് നമ്മൾ ഇന്ന് കഥകൾ പറഞ്ഞു കൊടുക്കണം. അതും നമ്മുടെ കുട്ടിക്കാലത്തെ പ്രായവും വർഷങ്ങളും ഒക്കെ എത്ര പെട്ടെന്നാണല്ലേ അങ്ങ് കടന്നു പോണത്. സത്യം പറഞ്ഞാൽ എൻ്റെ വാപ്പിച്ചിയുടെയും ഉമ്മച്ചിയുടെയും ഒക്കെ കയ്യിൽ നിന്ന് കഥ കേട്ടിരുന്നത് ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ ഇക്കായാണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങളുടെ കുട്ടിക്കാലത്തെ വിശേഷങ്ങളാണെങ്കിലും മക്കളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കുട്ടിക്കാലമാണ് കേട്ടോ നമുക്കൊക്കെ ഉള്ളത്. കാരണം നമ്മുടെ സമയത്ത് ഫോണുകളില്ല, അതുപോലെ തന്നെ TV അങ്ങനെ അധികമായിട്ട് TVയിലേക്ക് ഇരിക്കണില്ല. വല്ലപ്പോഴും ഒരു ഞായറാഴ്ച വൈകുന്നേരം വരുന്ന ഒരു സിനിമ, അതാണ് TVയിലെ ഏറ്റവും പ്രധാനം. പിന്നെ ഞായറാഴ്ച ഉച്ചക്കത്തെ ഒരു ശക്തിമാൻ, പിന്നെ പോപ്പോയി, ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ കുട്ടിക്കാല ഓർമ്മകൾ. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് എൻ്റെ മക്കൾക്ക് എന്തെല്ലാം വെറൈറ്റി കാർട്ടൂണുകളാണ് കാണാൻ. അവർക്ക് സമയമില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ. അതുപോലെ സ്മാർട്ട് ഫോണ്, ഇങ്ങനെ ഒരു സംഭവം ഉമ്മയുടെയും അപ്പയുടെയും ചെറുപ്പത്തിൽ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇല്ലായിരുന്നോ, അവർക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ.
അങ്ങനെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതിപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണെങ്കിലും എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളാണെങ്കിലും നമുക്കിടെ പൈസയുടെ മൂല്യമാണെങ്കിലും ഇതെല്ലാം ഓരോ സന്ദർഭത്തിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് എന്നാൽ കഴിയും വിധം ഞാനും ശ്രമിക്കാറുണ്ട് കേട്ടോ. കാരണം എല്ലാം അറിഞ്ഞു വേണമല്ലോ നമ്മുടെ മക്കൾ വളരാൻ. പെട്ടെന്ന് ഒരു ചെറിയ വീഴ്ചയിൽ അവരങ്ങ് തളർന്നു പോവരുതേ. ഇന്നിപ്പോൾ ഓരോ മക്കൾ അതായത് ഒരു വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ അവർക്ക് ഉദ്ദേശിച്ച ഒരു സാധനം കിട്ടിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുകയും ഒരുപാട് ഡിപ്രഷനിലേക്ക് പോണേയൊക്കെ കഥ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ നമ്മുടെ മക്കൾ ഒരിക്കലും ആ അവസ്ഥയിലേക്ക് പോകരുതെന്നല്ലേ നമ്മൾ ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കി എന്നാൽ കഴിയും വിധം കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ മക്കളെ വളർത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാപ്പയുടെ കയ്യിൽ പൈസ ഇല്ല അല്ലെങ്കിൽ പിന്നീട് ആകാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാനായിട്ട് 7 വയസ്സുകാരി മോൾക്കും 5 വയസ്സുകാരൻ മോനക്കും ഇന്ന് വരെ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളത്തെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇതുപോലെ തന്നെ ചെറുപ്പത്തിലെ കഥകളും കാര്യങ്ങളും ഒരു സിംഹവും ഒരു എലിയും അതാണ് കേട്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങളുടെ പ്രധാന കഥയിലെ കഥാപാത്രങ്ങൾ. അതൊക്കെ പറഞ്ഞ് ഒരു പ്രകാരം അവരെ ഭക്ഷണമൊക്കെ അങ്ങ് കഴിപ്പിച്ചു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യാൻ ഒരു പാടുമില്ല കേട്ടോ. അത് മക്കൾസിൻ്റെ ഉള്ളിലൊന്ന് എത്തിക്കാനാണ് ഞാൻ കിടന്ന് പെടാപ്പാട് പെടണേ. അപ്പോൾ ഇന്നിപ്പോൾ 4 പേർക്കും വാരി കൊടുത്തു. കുഞ്ഞാവുകൾ മുഖം തിരിച്ചിരുന്നു കേട്ടോ. പിന്നെ മോൾക്കും മോനക്കും സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് അവരത് ഒരു പ്രകാരം കഴിച്ച് അങ്ങനെ അവരെയൊക്കെ പറഞ്ഞു വിട്ട് പിന്നെ ഞാൻ എൻ്റെ സ്ഥിരം ക്ലീനിങ്ങിലേക്ക് നിന്നു കേട്ടോ. പിന്നെ മക്കൾസിന് ഭക്ഷണമൊക്കെ കൊടുത്ത് ടേബിളൊക്കെ ആകെ അലങ്കോലപ്പെടുത്തിയിട്ടിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഒന്നങ്ങ് പെട്ടെന്ന് അങ്ങ് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. ടേബിൾ ക്ലീൻ ചെയ്തിരുന്നതുകൊണ്ട് ഇടയ്ക്കാണ് കേട്ടോ വാപ്പിച്ചി എത്തിയത്. പിന്നെ വാപ്പിച്ചി വന്ന ഗ്യാപ്പിൽ ഞാൻ വേഗം ചായയൊക്കെ ഒന്ന് കുടിച്ചു. അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ വേഗം വന്ന ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊക്കെ ഒന്നങ്ങ് കഴുകി വൃത്തിയാക്കി ഇട്ടപ്പോൾ എൻ്റെ കുഞ്ഞാവകൾക്ക് 2 പേർക്കും വാപ്പിച്ചിയുടെ കൂടെ പോകണം കേട്ടോ. അപ്പോൾ ബൈക്കും കൊണ്ട് വന്നുകൊണ്ട് തന്നെ 2 പേരെയും ഒരുപോലെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് പാടാണല്ലോ. എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റ് കൊണ്ട് വീട് പിടിക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ നടക്കാനൊക്കെ മടിയായതുകൊണ്ട് ആരും അങ്ങനെ നടന്നൊന്നും പോവാറില്ല. അപ്പോൾ വാപ്പിച്ചി വന്നപ്പോൾ 2 പേരും പോകാൻ വാശി പിടിച്ചുകൊണ്ട് പിന്നെ എന്നെയും കൂടെ കൂട്ടിയിട്ടോ. അങ്ങനെ പിന്നെ പകുതിക്ക് പണികളൊക്കെ നിർത്തിയിട്ട് വേഗം തന്നെ വാപ്പിച്ചിയുടെ കൂടെ ഞാനും പോയേ. ഇട്ട വേഷം പോലും മാറാതെയാണ് കേട്ടോ പോയതെന്ന് പറയാം. അങ്ങനെ പിന്നെ മക്കൾസിന് ഹാപ്പി ആവുമല്ലോ. പിന്നെ ഇനി വാപ്പിച്ചി പോകുമ്പോൾ കൊണ്ടുപോയില്ലെങ്കിൽ അവരിവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളിതേ വീട്ടിലെത്തിയപ്പോൾ വാപ്പിച്ചിയും ഉമ്മച്ചിയും കപ്പപ്പണിയിലാണ് കേട്ടോ. ഇപ്പോൾ ഒരു സവാള കച്ചവടമോടെ ചെയ്തുകൊണ്ട് അതിന് ബാലൻസ് വന്ന കുറച്ച് സവാള ചീഞ്ഞു പോകാണ്ട് വെയിലൊക്കെ കൊള്ളാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഉമ്മച്ചി നല്ല തകൃതിയായിട്ട് കപ്പ നന്നാക്കലും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും അതിലേക്കായിട്ടിരുന്നു എന്ന് പറയാം കേട്ടോ. വാപ്പിച്ചിയുടെ ഏകദേശം ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി കൂടണ ഒരു മോളാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ ഉമ്മച്ചി പറയും ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചിക്ക് ഇരട്ടിപ്പണിയാന്ന്. ഇന്നും അതുപോലെ തന്നെ ഒരു പണിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉമ്മച്ചി പോത്തിന് കൊടുക്കാന്നുള്ള രീതിയിൽ മാറ്റി വെച്ചേർന്ന കപ്പയൊക്കെ വാട്ടി ഉണങ്ങിയെടുത്താൽ നമുക്ക് പുട്ടൊക്കെ ചുടാമെന്നും പറഞ്ഞ് സോപ്പിട്ട് നന്നാക്കാനിരിക്കുന്ന രംഗമാണ് കേട്ടോ ഈ കാണുന്നത്. കട്ടയ്ക്ക് സഹായത്തിന് എൻ്റെ കുഞ്ഞാവകളും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഉമ്മച്ചീനോട് ഓരോ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് കപ്പയൊക്കെ ഒന്നങ്ങ് തൊണ്ട് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നും കാണുന്നതാണെങ്കിലും ദിവസം 2 തവണ ഫോൺ ചെയ്താലും പറഞ്ഞാൽ തീരാത്ത അത്ര വിശേഷങ്ങൾ ഉണ്ടാവൂലേ നമ്മുടെ ഉമ്മിമാരോട് പറയാൻ. അതങ്ങനെയായിരിക്കും കേട്ടോ. ഉമ്മച്ചിമാരോട് എത്ര വിശേഷങ്ങൾ പറഞ്ഞാലും തീരില്ല. നാട്ടിലെയും വീട്ടിലെയും കാര്യങ്ങൾ ഉൾപ്പെടെ പൂച്ചയുടെയും പട്ടിയുടെയും കാക്കയുടെയും കഥ വരെ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ വരണത് പറയാൻ. അതങ്ങനെയാണ്. എനിക്കും അങ്ങനെയാണ് കേട്ടോ. ഉമ്മച്ചിക്കും അങ്ങനെ തന്നെയാണ്. ഒരു ഇല അനങ്ങിയാലും ഉമ്മ വിളിച്ച് നമ്മളോട് പറയൂ കേട്ടോ. അപ്പോൾ അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം നമ്മളോട് ഷെയർ ചെയ്യും. നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം അവരോട് ഷെയർ ചെയ്യും. ഒരു പരിധി വരെ നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലമായിരിക്കൂലേ ഇതിനൊക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ കഴിഞ്ഞാൽ നമ്മളെ ഇതുപോലെ വിളിക്കാനും അന്വേഷിക്കാനും ആരും ഉണ്ടാവില്ല കേട്ടോ. അത് ഉറപ്പാണ്. ആങ്ങളമാരൊക്കെ അവരുടെ ഡ്യൂട്ടിയിൽ ബിസി ആയിട്ട് പോകും. പിന്നെ അവർക്ക് എപ്പോഴും നമ്മളെ വിളിച്ചോളണം അന്വേഷിച്ചോളണം എന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾക്കറിയാവുന്ന പോലെയൊക്കെ കപ്പയൊക്കെ വാട്ടി അതൊക്കെ ഒന്നങ്ങ് ഉണങ്ങാനിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്വർഗം എന്ന് പറഞ്ഞ പോലെ ഈ ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പോയി കിടന്നുറങ്ങി എന്ന് പറയാം കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ വിശാലമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ റിട്ടേൺ ഞങ്ങളുടെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഞാൻ കപ്പ ഉണങ്ങാനായിട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ അപ്പൂസ് കട്ടയ്ക്ക് കൂടെ നിന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു വാല് കാണുന്നത്. അവന് ഫോൺ അവിടെ വച്ചപ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അതൊന്ന് വന്ന് തൊട്ടും തലോടിയൊക്കെ നോക്കണുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് പേടിച്ചു അത് നിലത്ത് ചാടിക്കുന്ന. പിന്നെ എന്തോ ഭാഗ്യത്തിന് അവൻ ചാടിച്ചില്ല കേട്ടോ.
ഒരു പ്രകാരം സോപ്പിട്ട് വിളിച്ച് അവനെ അടുത്തേക്ക് വരുത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ കപ്പയൊക്കെ ഒന്ന് അങ്ങ് വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് എൻ്റെ ഡ്യൂട്ടികളിലേക്ക് കടന്നു എന്ന് തന്നെ പറയാം കേട്ടോ. ഇപ്പോൾ ഇവന് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗമായി എന്ന് പറയാം. കൊടുന്ന സമയത്ത് എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ അവനെ. പക്ഷെ ഇപ്പോൾ അവനെ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. അതിൻ്റെ ഇടയ്ക്ക് ആങ്ങള പുറത്തേക്ക് പോകാനായിട്ട് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനും പോയി. ഞാനൊരു സുഖകരമായ നിദ്രയും കാര്യങ്ങളൊക്കെ പാസ്സാക്കി പിന്നെ ഒന്നങ്ങ് കുളിച്ച് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളേ. വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും അറിയിക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ ഫ്രണ്ട്സ്.